ഒരു കൈൻഡ് ഓഫ് ചോയ്സ് ആണല്ലോ, നമ്മുടെ നല്ലതിന്റെ ഭാഗമേ ആവുള്ളൂ എന്നുള്ളത്. ഞാൻ കേട്ടിട്ട് ഈ കാക്കി ചട്ടയൊക്കെ റീമേക്ക് ചെയ്യാനൊക്കെ കുറെ ട്രൈ ഔട്ട് ചെയ്യും, അതിനുവേണ്ടി കുറെ മന്ത്സൊക്കെ ചെലവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഫാർമ വരുന്നു, എക്കോ വരുന്നു. ഇപ്പൊ എക്കോയിൽ തന്നെ ഈ ഡയലോഗ്സിന്റെ ഷിഫ്റ്റ് ഒക്കെ ഇപ്പൊ ഞാൻ നന്നായി പെരുമാറും, അതിന്റെ അമ്മ പഠിപ്പിച്ചതാണ്, പക്ഷെ അത് ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നിടത്തൊക്കെ തിയേറ്ററിൽ കൈയടിയായിരുന്നു. അപ്പം ഇപ്പൊ കുറച്ചും കൂടി നരയുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് എല്ലാ ആവേശങ്ങളിലേക്കും എല്ലാ സ്പെക്ട്രത്തിലേക്കും ഫിറ്റിനാവുന്ന പോലെ അങ്ങനെ ഒരു, അതുകൊണ്ടാണ് പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഈ കുറച്ചധികം പടങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് ആദ്യമേ ഉണ്ട്. മനഃപൂർവ്വമല്ല ചെയ്യാത്തത്, പിന്നെ പലപ്പോഴും ചിലത് നടന്നു പോവാത്തതാണ്. പല പടങ്ങളും നേരത്തെ കാണിച്ചിട്ട് മാത്രമല്ല, ഇഷ്ടംപോലെ സിനിമകൾക്ക് വേണ്ടി ഞാൻ കുറെ നാളുകളും മാസങ്ങളും അതിന്റെ പിന്നാലെ പ്രവർത്തിച്ച് കുറെ, ചിലവരുടെ ഫൈറ്റ് കുറച്ചുകൂടി സമയമെടുക്കും, ചിലവരുടെ വളരെ എളുപ്പമായിരിക്കും ചിലവരുടെ ലൈഫിന്റെ യാത്ര. അപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ വളരെയേറെ ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോയി നടന്ന് ശ്രമിച്ചിട്ടുള്ള പടങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട്. അതെന്തോന്ന് എനിക്കറിയില്ല, പല കാരണങ്ങളായിരിക്കാം. ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പല ചേഞ്ചസും വരിക, ചില പ്രൊഡക്ഷനിൽ നിന്ന് പോകുന്നു, ചിലപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പം വരുന്നു, നമ്മൾ നമ്മുടേതായ രീതിയിൽ നിൽക്കുന്നു, അദ്ദേഹം അവരുടേതായ രീതിയിൽ നിൽക്കുന്നു, പലതും നടക്കും. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായി ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ പിന്നെ നമ്മൾ നേച്ചറിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരുപക്ഷെ ഞാൻ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടായിരിക്കാം എൻ്റെ തോട്ടിൽ നിന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പൊ കുറച്ചധികം പടങ്ങൾ വരുന്നത്. അതായിരിക്കാം ചിലപ്പോൾ നേച്ചർ തീരുമാനിച്ചതായിരിക്കാം. കുറെ കാലം ചെറുപ്പക്കാരനായിരുന്നല്ലോ, ഇപ്പൊ പ്രൊഫസറാണ്. എന്തായിരുന്നു മനസ്സിൽ, ഒരു ഗുഡ് ലുക്കിംഗ് പ്രൊഫസർ എന്നാണോ അതോ മെച്യൂർഡ് പ്രൊഫസർ, അങ്ങനെ എന്താ മനസ്സിൽ? അല്ല, ഇയാള് കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസർ ആയിട്ടാണ്. എന്നാ പിന്നെ അധികം മെച്യൂരിറ്റി വേണ്ടല്ലോ, അധികം പ്രായം തോന്നിക്കണ്ടല്ലോ. കാരണം ഈ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. ഇയാള് വളരെ ഒരു ചെറിയൊരു നിഷ്കളങ്കത ഉണ്ട്. പിന്നീടാണ് അറിയുന്നത് ഇതൊന്നും അല്ല, ഇയാൾ വേറൊരു ഷെയ്ഡ് ഉണ്ടെന്ന്. അതാണ് പറഞ്ഞ കഥ റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രൊഫസർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു, അധികം സീരിയസ് ഒന്നും അല്ലാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പ്രൊഫസറാണ്. ഏജിങ് ബോദർ ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇപ്പൊ നമ്മുടെ സീരീസ് പണിയിൽ ഒരു ഗംഭീര കഥാപാത്രമായിരുന്നു. അതിനുശേഷം പിന്നീട് സുമതി വളവിൽ അതിലും ഗംഭീരമായിട്ട് വന്നു. ആഘോഷത്തിൽ എന്താ ഒരു കോളേജ് ലൈഫിലൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? കോളേജില് ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകനോ സ്റ്റുഡൻ്റ് ആയിട്ട് വേണേ പിന്നെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ലേ, കോളേജിലെ ക്യാൻറ്റീനിൽ നടത്തുന്ന ഒരാളായിട്ടാണ്. അപ്പം ആ ക്യാരക്ടറിന് ഒരു റോളുണ്ട്. റോൾ ഇൻ ദ സെൻസ് ആ ത്രൂഔട്ട് ഒരു സിനിമയില് അത് പതുക്കെ റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതെന്നും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ സിനിമയിലാണ് പറയുന്നത്. പണിയുമായിട്ട്, അതെ, ആക്ച്വലി പണിയുമായിട്ട് ടോട്ടലി ഡിഫറെന്റ് ഒരു ക്യാരക്ടറാണ്. സുമതി വളവിൽ ഞാൻ ചെയ്തൊരു പോലീസ് ക്യാരക്ടറാണ്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. പിന്നെ പേര് പോലെ തന്നെ ഞാൻ എല്ലാ സിനിമകളും ചെയ്യുന്നത് ഞാൻ ആഘോഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ അഭിനയം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ ഓരോ സിനിമകളും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആഘോഷവും എനിക്ക് അങ്ങനെ ഒരു സിനിമയായിരുന്നു. അതുപോലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും കൂടെ, പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇതിൽ അഭിനയിച്ച ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ വരെ എല്ലാവരും, ആർക്കും കാറ്റഗറൈസേഷൻ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരേ ലെവലിൽ നിന്ന് വർക്ക് ചെയ്തൊരു സിനിമയാണ്.